Dear students, today we are going to learn 6 important accounting terms used in accounting. They are purchases, sales, profit, loss, gain and vouchers. These are the accounting terms we are going to discuss today. First of all, we are going to discuss the term purchases. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആദ്യത്തെ ടേമാണ് പർച്ചേസസ്. There are two types of concerns. First one is trading concerns and second one manufacturing concerns. Trading concern means buying and selling of goods. Manufacturing concern means buying raw materials and producing finished goods and then selling the finished goods to customers. In the case of a trading concern, the term purchases is used when we purchase goods that are meant for resale. ഒരു ട്രേഡിംഗ് കൺസേണിൽ എപ്പോഴാണ് നമ്മൾ പർച്ചേസസ് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നത്? ഒരു ട്രേഡിംഗ് കൺസേൺ ആകുമ്പോൾ പല സാധനങ്ങളും വാങ്ങാറുണ്ട്. വാങ്ങുന്ന എല്ലാ സാധനങ്ങളും ആർക്ക് വിൽക്കാനുള്ളതല്ല? കസ്റ്റമേഴ്സിന് വിൽക്കാനുള്ളതല്ല. ഇപ്പൊ കസ്റ്റമേഴ്സിന് വിൽക്കാനുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ഏത് ടേം ഉപയോഗിക്കേണ്ടത്? പർച്ചേസസ് എന്ന് പറയുന്ന ടേം ഉപയോഗിക്കേണ്ടത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സപ്പോസ് വി ആർ ക്ലോത്ത് മെർച്ചന്റ്. നമ്മൾ ഒരു തുണിക്കച്ചവടമാണ് നടത്തുന്നതെന്ന് അസ്യൂം ചെയ്യാം. നമ്മൾ രണ്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്. വി ആർ പർച്ചേസിങ് 2 items. First one, we bought cloth worth rupees 10,000. 10,000 രൂപയുടെ തുണി നമ്മൾ പർച്ചേസ് ചെയ്തു, വാങ്ങി. Then another purchase, we bought chairs worth rupees 15,000. 15,000 രൂപയുടെ ചെയറുകൾ നമ്മൾ വാങ്ങി. ഇതിൽ വാങ്ങിയിട്ടുള്ള ക്ലോത്ത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഇറ്റ് ഈസ് മെന്റ് ഫോർ റീസെയിൽ. അത് കസ്റ്റമേഴ്സിന് വിൽക്കാനുള്ളതാണ്. അറ്റ് ദ സെയിം ടൈം ചെയർ എന്തിനുള്ളതാണ്? ചെയർ നമ്മുടെ ഷോപ്പിൽ യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പം ഇതിൽ ഏതാണ് നമ്മുടെ പർച്ചേസ് ആയിട്ട് പരിഗണിക്കേണ്ടത്? തുണി വാങ്ങിയത് മാത്രമാണ് നമ്മൾ പർച്ചേസ് ആയിട്ട് പരിഗണിക്കേണ്ടത്. ചെയർ വാങ്ങിയത് എന്തല്ല? ഇറ്റ് ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് പർച്ചേസ്, ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഫിക്സഡ് അസെറ്റ്. ഇപ്പം ചെയർ വാങ്ങുന്നത് ഫിക്സഡ് അസെറ്റ് ആയിട്ടാണ് പരിഗണിക്കേണ്ടത്. അത് നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. ക്ലോത്തിനെയാണ് നമ്മൾ പർച്ചേസ് ആയിട്ട് കണക്കാക്കേണ്ടത്. ഒരു ഗ്രോസറി ഷോപ്പിലേക്ക് ഗ്രോസറി ഐറ്റംസ് വാങ്ങിക്കഴിഞ്ഞാൽ അത് പർച്ചേസ് ആണ്. ഒരു വെജിറ്റബിൾ ഷോപ്പാണെങ്കിൽ അവിടെ വെജിറ്റബിൾസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതും പർച്ചേസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. പക്ഷെ ഇത്തരം സ്ഥാപനങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഫിക്സഡ് അസറ്റുകൾ വാങ്ങുകയാണെങ്കിൽ അതിനെ നമ്മൾ ഏതിൽ ഉൾപ്പെടുത്താൻ പാടില്ല? പർച്ചേസസ് എന്ന് പറയുന്ന ടേമിൽ ഉൾപ്പെടുത്താൻ പാടില്ല. Then, in the case of a manufacturing concern, the term purchases is used when we purchase raw materials and that raw materials are used for production of finished goods and that finished goods is meant for resale. ഒരു മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ അവിടെ നമ്മൾ റോ മെറ്റീരിയൽസ് ആണ് പർച്ചേസ് ചെയ്യുന്നത്, റോ മെറ്റീരിയൽസ് ആണ് വാങ്ങുന്നത്. ആ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഫിനിഷ്ഡ് ഗുഡ്സ് ആണ് നമ്മൾ ആർക്ക് കൊടുക്കുന്നത്? കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ ഒരു മാനുഫാക്ചറിങ് കൺസേണിൽ പർച്ചേസസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് ഏതാണ്? റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വി ആർ റണ്ണിങ് എ ടെക്സ്റ്റൈൽ ഫാക്ടറി. നമ്മൾ 2 സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്. ഫസ്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്തത് കോട്ടൺ വർത്ത് rupees 50,000. 50,000 രൂപയുടെ കോട്ടൺ നമ്മൾ പർച്ചേസ് ചെയ്തു. ഇറ്റ് ഈസ് ദ റോ മെറ്റീരിയൽസ്. ആൻഡ് ദെൻ വി പർച്ചേസ്ഡ് മെഷീനറി വർത്ത് rupees 1 lakh. 1,00,000 രൂപയുടെ മെഷീനറി നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏത് പർച്ചേസിനെയാണ് നമ്മൾ പർച്ചേസ് എന്ന് കണക്കാക്കേണ്ടത്? ദ കോട്ടൺ പർച്ചേസ് ഈസ് കൺസിഡേർഡ് ആസ് പർച്ചേസ് ആൻഡ് മെഷീനറി പർച്ചേസ് ഈസ് കൺസിഡേർഡ് ആസ് ഫിക്സഡ് അസെറ്റ്. ഇപ്പൊ കോട്ടൺ എന്ന് പറയുന്നത് റോ മെറ്റീരിയൽ ആണ്. റോ മെറ്റീരിയൽ വാങ്ങിയതിനെ നമുക്ക് പർച്ചേസ് എന്ന് പറയുന്ന ടേമിൽ ഉൾപ്പെടുത്താം. അതേസമയം മെഷീനറി നമ്മൾ എന്തിനാണ് ഉൾപ്പെടുത്തേണ്ടത്? ഫിക്സഡ് അസെറ്റ് ആയിട്ടാണ് കണക്കാക്കേണ്ടത്. ഒരു ടെക്സ്റ്റൈൽ ഫാക്ടറിയിലേക്ക് കോട്ടൺ പർച്ചേസ് ചെയ്യുന്നതും ഒരു പെട്രോളിയം കമ്പനി ആണെങ്കിൽ അവിടെ ക്രൂഡ് ഓയിൽ പർച്ചേസ് ചെയ്യുന്നതും അങ്ങനെ ഓരോ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്കും
അവർക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത് നമുക്ക് ഏത് ടേമിൽ ഉൾപ്പെടുത്താം? പർച്ചേസ് എന്ന് പറയുന്ന ടേമിൽ ഉൾപ്പെടുത്താം. മറ്റ് ഫിക്സഡ് അസറ്റുകൾ വാങ്ങുകയാണെങ്കിൽ അത് ഫിക്സഡ് അസറ്റ് എന്ന് നമ്മൾ പ്രത്യേകം തരംതിരിക്കണം. Then there are two types of purchases. First one is cash purchase and second one is credit purchase. നമ്മൾ നേരത്തെ ട്രാൻസാക്ഷനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു, ക്യാഷ് ട്രാൻസാക്ഷൻ ആൻഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ലൈക്ക് ദാറ്റ് purchases are classified into two, cash purchases and credit purchases. If the amount of purchase is paid immediately at the time of purchase is called cash purchase. If the amount of purchase is paid in a future date, it is postponed to a future date. The payment is postponed to a future date. That transaction is called credit purchases. ഒരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് ഗുഡ്സ് വാങ്ങുന്നത് നമുക്ക് പർച്ചേസ് ആയിട്ട് പരിഗണിക്കാം, റോ മെറ്റീരിയൽസ് വാങ്ങുന്നതും പർച്ചേസ് ആയിട്ട് പരിഗണിക്കാം. അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഉടനെ തന്നെ നമ്മൾ പേയ്മെന്റ് നടത്തുകയാണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് ക്യാഷ് പർച്ചേസസ്. ദെൻ ഉടനെ പേയ്മെന്റ് നടത്താതെ പേയ്മെന്റ് നമ്മൾ ഒരു ഫ്യൂച്ചർ ഡേറ്റിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിലോ ഇറ്റ് ഈസ് കാൾഡ് ക്രെഡിറ്റ് പർച്ചേസസ്. ദെൻ പർച്ചേസിന്റെ കൂടെ നമ്മൾ ഓർത്തു വെക്കേണ്ട മറ്റൊരു ടേമാണ് പർച്ചേസസ് റിട്ടേൺസ്. Purchases return means return of goods to suppliers. It may be due to damage or some other reasons. അപ്പോൾ ഒരു സപ്ലയറിൽ നിന്ന് നമ്മൾ നേരത്തെ വാങ്ങിയിട്ടുള്ള ഗുഡ്സ് അത് ഡാമേജ് ആയത് കാരണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം നമ്മൾ എന്ത് ചെയ്യണം, അത് സപ്ലയർക്ക് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് പർച്ചേസസ് റിട്ടേൺസ്. വെൻ പർച്ചേസ്ഡ് ഗുഡ്സ് ആർ റിട്ടേൺ ടു സപ്ലയേഴ്സ് ഇറ്റ് ഈസ് കാൾഡ് പർച്ചേസസ് റിട്ടേൺസ് ഓർ റിട്ടേൺ ഔട്ട്വേർഡ്. അങ്ങനെ സാധനങ്ങൾ സപ്ലയേഴ്സിന് തിരിച്ചു കൊടുക്കുമ്പോൾ അതിന് പറയുന്ന മറ്റൊരു പേരാണ് റിട്ടേൺ ഔട്ട്വേർഡ്സ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് an important term, sales. It is the total revenue earned by a business. It is the total revenue received by a business by selling its products or by rendering services to its കസ്റ്റമേഴ്സ്. അപ്പോൾ സെയിൽസ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട റവന്യൂ ആണ്. എന്താണ് അതിൽ വരുന്നത്? സാധനങ്ങൾ വിൽക്കുന്നതിലൂടെ അതല്ലെങ്കിൽ സേവനങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതിലൂടെ ഒരു ബിസിനസ് സ്ഥാപനത്തിന് കിട്ടുന്ന ആ വരുമാനത്തെയാണ് നമ്മൾ സെയിൽസ് എന്ന് പറയുന്നത്. ദ ടേം സെയിൽസ് ഈസ് യൂസ്ഡ് ഓൺലി ഫോർ ദ സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ഇപ്പോൾ സെയിൽസ് എന്ന് പറയുമ്പോൾ ഗുഡ്സ് വിറ്റാൽ മാത്രമാണ് നമ്മൾ സെയിൽസ് എന്ന് പറയുന്നത്. ഫിക്സഡ് അസറ്റ് വിറ്റാൽ അതെന്തല്ല, അതിനെ നമ്മൾ സെയിൽസ് എന്ന് പറയില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെയിൽ ഓഫ് ടോയ്. ഒരു ടോയ്സ് വിൽക്കുന്ന ഒരു സ്ഥാപനം, അവിടെ ടോയ്സ് വിറ്റ് കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് പറയാം? സെയിൽസ് എന്ന് പറയാം. അതുപോലെ തന്നെ ഒരു കാർ വാഷിംഗ് അല്ലെങ്കിൽ കാർ റിപ്പയറിംഗ് ഷോപ്പിൽ അവർ നൽകുന്ന സേവനം, അതിലൂടെ അവർക്ക് കിട്ടുന്ന വരുമാനം, അതും നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? അവരുടെ സെയിൽസ് ആയിട്ട് കണക്കാക്കാം. ഇപ്പൊ സെയിൽസ് എന്ന് പറഞ്ഞാൽ സാധനങ്ങളോ സേവനങ്ങളോ കസ്റ്റമേഴ്സിന് കൊടുത്ത് അതിലൂടെ അവർക്ക് കിട്ടുന്ന വരുമാനത്തെയാണ് നമ്മൾ സെയിൽസ് എന്ന് പറയുന്നത്. ദെൻ പർച്ചേസ് പോലെ തന്നെ there are two types of sales, cash sales and credit sales. Cash sale means if we receive cash at the time of sale of goods or at the time of providing services is called cash sales. If the amount receives only in a future date or the payment is postponed to a future date, it is called credit sales. അപ്പോൾ നമ്മളൊരു കസ്റ്റമർക്ക് സാധനങ്ങൾ കൊടുക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ ഒരു സേവനം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എമൗണ്ട് നമുക്ക് റിസീവ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ക്യാഷ് സെയിൽസ് എന്ന് പറയാം. അതേസമയം നമുക്ക് കിട്ടേണ്ട എമൗണ്ട് ഉടനെ കിട്ടുന്നില്ല, അത് വരാൻ പോകുന്ന ഒരു ഡേറ്റിലേക്ക്, ഒരു ഫ്യൂച്ചർ ഡേറ്റിലേക്ക് ആ പേയ്മെന്റ് പോസ്റ്റ്പോൺ ചെയ്യാണ്, മാറ്റി വെക്കുകയാണെങ്കിൽ ദാറ്റ് ട്രാൻസാക്ഷൻ ഈസ് കാൾഡ് ക്രെഡിറ്റ് സെയിൽസ്. ദെൻ സെയിൽസിന്റെ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ടേമാണ് സെയിൽസ് റിട്ടേൺ. സെയിൽസ് റിട്ടേൺ മീൻസ് റിട്ടേൺ ഓഫ് ഗുഡ്സ് ബൈ ദ കസ്റ്റമേഴ്സ് ടു അസ്. നമ്മൾ ബിസിനസ് സ്ഥാപനം നടത്തുകയാണ്, നമ്മളൊരു കസ്റ്റമർക്ക് സാധനങ്ങൾ വിറ്റു, അത് ഡാമേജ് ആയ കാരണം അതല്ലെങ്കിൽ ക്വാളിറ്റി കുറവുള്ളത് കാരണം
അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരു കസ്റ്റമർ നേരത്തെ വാങ്ങിയ സാധനം തിരിച്ചിങ്ങോട്ട് തന്നെ തരികയാണെങ്കിൽ ഇറ്റ് ഈസ് ടേംഡ് ആസ് സെയിൽസ് റിട്ടേൺ. വെൻ ഗുഡ്സ് ആർ റിട്ടേൺഡ് ബൈ ദ കസ്റ്റമേഴ്സ് ഇറ്റ് ഈസ് കാൾഡ് സെയിൽസ് റിട്ടേൺ ഓർ റിട്ടേൺ ഇൻവേർഡ്സ്. അതിന് പറയുന്ന മറ്റൊരു പേരാണ് റിട്ടേൺ ഇൻവേർഡ്. അപ്പോൾ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ റിട്ടേൺ ഔട്ട്വേർഡ് ആണ്. അതേസമയം സെയിൽ ചെയ്ത സാധനം തിരിച്ചിങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ അതിന് റിട്ടേൺ ഇൻവേർഡ്സ് എന്നാണ് പറയുന്നത്. Then next term, profit. Before discussing profit, we must know two terms we already discussed in our previous classes: revenues and expenses. What is a revenue? Revenue is the total amount received by a business by way of selling goods or by way of rendering services to its customers. Then what is expense? Expense means it is the cost incurred while making revenue. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്ന ടേം മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ രണ്ട് ടേമുകൾ നമുക്ക് ഓർത്തെടുക്കണം. ഏതൊക്കെയാണത്? ഒന്ന് റവന്യൂ, രണ്ട് എക്സ്പെൻസസ്. റവന്യൂ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന് സാധനങ്ങൾ വിൽക്കുന്നതിലൂടെ അതല്ലെങ്കിൽ സേവനങ്ങൾ നൽകുന്നതിലൂടെ കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ റവന്യൂസ് എന്ന് പറയുന്നത്. വേറെയും റവന്യൂസ് ഉണ്ട്. ഇൻട്രസ്റ്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, റെന്റ് റിസീവ്ഡ്, ഇതെല്ലാം നമുക്ക് എന്ത് പറയാം? റവന്യൂസ് എന്ന് പറയുന്ന എമൗണ്ടിൽ ഉൾപ്പെടുത്താം. അങ്ങനെ കിട്ടുന്ന റവന്യൂസും അതുപോലെ തന്നെ ഈ റവന്യൂ ഏൺ ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് ചില ചെലവുകൾ വരുന്നുണ്ട്. പർച്ചേസസ്, റെന്റ് പെയ്ഡ്, സാലറി പെയ്ഡ്, വേജസ് പെയ്ഡ്, ഇങ്ങനെ കുറെ പേയ്മെന്റുകൾ നമുക്ക് കുറെ എക്സ്പെൻസുകൾ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആകെ റവന്യൂ എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം, ആകെ എക്സ്പെൻസുകൾ എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരിയഡിലെ വരവുകളും ചെലവുകളും തമ്മിൽ അല്ലെങ്കിൽ വരുമാനങ്ങളും ചെലവുകളും തമ്മിൽ കമ്പയർ ചെയ്ത് റവന്യൂ കൂടുതലാണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഇൻക്രീസസ് ദ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദ ഓണർ. നമുക്കറിയാം ഒരു ബിസിനസ്സിൽ കിട്ടുന്ന പ്രോഫിറ്റ് ആർക്കുള്ളതാണ്? അത് ഓണർക്കുള്ളതാണ്. അപ്പോൾ പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത് ഓണറുടെ ഇൻവെസ്റ്റ്മെന്റ് അതല്ലെങ്കിൽ ക്യാപിറ്റൽ വർദ്ധിക്കും. അപ്പോൾ പ്രോഫിറ്റിന്റെ ഇക്വേഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു റവന്യൂസ് മൈനസ് എക്സ്പെൻസസ്. റവന്യൂവിൽ നിന്ന് എക്സ്പെൻസ് എമൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. ഇനി എന്താണ് ലോസ് എന്ന് നോക്കാം. Here also we are comparing revenues and expenses. If the expenses are excess over total revenues, it is called loss. അങ്ങനെ റവന്യൂസും എക്സ്പെൻസും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എക്സ്പെൻസ് കൂടുതലാണ്, ചെലവ് കൂടുതലാണ്, വരുമാനം എന്താണ്? കുറവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? there is loss. അവിടെ നമുക്ക് നഷ്ടമാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഒരു അക്കൗണ്ടിങ് പീരീഡിലെ ഒരു പർട്ടിക്കുലർ പീരീഡിലെ വരവും ചെലവും അതല്ലെങ്കിൽ വരുമാനങ്ങളും ചെലവുകളും കമ്പയർ ചെയ്യുമ്പോൾ ചെലവ് കൂടുതലും വരുമാനം കുറവാണെങ്കിൽ ഇറ്റ് ഈസ് ടേംഡ് ആസ് ലോസ്. ലോസ് ഡിക്രീസസ് ദ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദ ഓണർ. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോഫിറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതേസമയം ലോസ് ആണ് വരുന്നതെങ്കിൽ ഓണറുടെ ഇൻവെസ്റ്റ്മെന്റ് അതല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും അതല്ലെങ്കിൽ റിഡ്യൂസ് ചെയ്യും. ലോസിന്റെ ഇക്വേഷൻ ആയിട്ട് പറയാൻ പറ്റുന്നത് ലോസ് ഇസ് ഈക്വൽ ടു എക്സ്പെൻസസ് മൈനസ് റവന്യൂസ്. ടോട്ടൽ എക്സ്പെൻസിൽ നിന്ന് ടോട്ടൽ റവന്യൂ മൈനസ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ലോസ് കിട്ടുന്നത്. ദെൻ ഈ ലോസ് എന്ന് പറയുന്ന ടേം മറ്റു ചില സന്ദർഭങ്ങളിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇറ്റ് ആൾസോ റെഫേഴ്സ് ടു മണി ഓർ മണീസ് വർത്ത് ലോസ്റ്റ് വിത്തൗട്ട് റിസീവിംഗ് എനി ബെനിഫിറ്റ് ഇൻ റിട്ടേൺ. Example, cash or goods lost by theft or a fire accident. It also includes loss on sale of fixed assets. മറ്റു ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഏത് ഉപയോഗിക്കാറുണ്ട്? ലോസ് എന്ന് പറയുന്ന ടേം ഉപയോഗിക്കാറുണ്ട്. എക്സാമ്പിൾ ആണ് പറഞ്ഞത്. പണമോ അല്ലെങ്കിൽ പണത്തിന്റെ മൂല്യമുള്ളതോ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ബൈ തെഫ്റ്റ്, കളവ് പോയി. ഓർ ഡ്യൂ ടു ഫയർ, തീപിടുത്തുണ്ടായി. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ബിസിനസ്സിലെ പണമോ മൂല്യമുള്ള മറ്റു സാധനങ്ങളോ നഷ്ടപ്പെട്ടു പോയാലും ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ലോസ്.
അതുപോലെ തന്നെ ലോസ് ഉപയോഗിക്കുന്ന മറ്റൊരു സന്ദർഭമാണ് നമ്മുടെ ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന ഒരു ഫിക്സഡ് അസറ്റ്. ഫോർ എക്സാമ്പിൾ ഫർണിച്ചർ, 10,000 വിലയുള്ള ഒരു ഫർണിച്ചർ നമ്മളിത് 8,000 രൂപക്ക് വിറ്റു. മീൻസ് അവിടെ 2,000 രൂപ നമുക്ക് എന്ത് സംഭവിച്ചു? ലോസ് വന്നു. അപ്പം അങ്ങനെ ഫിക്സഡ് അസറ്റ് വിൽക്കുന്ന സമയത്തും അതിൻ്റെ യഥാർത്ഥ വിലയേക്കാൾ കുറവാണ് നമുക്ക് കിട്ടുന്നതെങ്കിലും അവിടെ നമുക്ക് ഏത് ടേം യൂസ് ചെയ്യാൻ കഴിയും? ലോസ് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് ടേം വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഗെയിൻ. A profit that arises from events or transactions which are incidental to business, such as sale of fixed asset, appreciation in the value of an asset, etc. ഇനി ഗെയിൻ എന്ന് പറയുന്ന ടേം നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? ബിസിനസ് പ്രവർത്തനങ്ങൾക്ക് അനുബന്ധമായിട്ട് ചില പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പൊ സാധനങ്ങൾ വാങ്ങലും ആ സാധനങ്ങൾ വിൽക്കലുമാണ് ബിസിനസിന്റെ മെയിൻ ആക്ടിവിറ്റി. ദെൻ ഇൻസിഡന്റൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഈ പ്രവർത്തനത്തിന്റെ ഇടയിൽ നമ്മളൊരു ഫിക്സഡ് അസറ്റ് വിറ്റു. നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫിക്സഡ് അസറ്റ് നമ്മൾ വേറൊരാൾക്ക് വിറ്റു. അപ്പൊ അതിന്റെ യഥാർത്ഥ വിലയേക്കാൾ കൂടുതൽ എമൗണ്ട് നമുക്ക് കിട്ടുകയാണ്. അങ്ങനെ കൂടുതൽ എമൗണ്ട് കിട്ടുകയാണെങ്കിലും അതിനെയും നമുക്ക് എന്ത് പറയാം? ഗെയിൻ എന്ന് പറയുന്ന ടേം നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളെ കൈവശമുള്ള ഏതെങ്കിലും അസറ്റ്, ഫോർ എക്സാമ്പിൾ ലാൻഡ്, നമ്മൾ നേരത്തെ വാങ്ങിയിട്ടുള്ള ലാൻഡിന്റെ വില അപ്രീസിയേഷൻ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ വില വർദ്ധിച്ചു, ഇൻക്രീസ് ചെയ്തു. അങ്ങനെ ഒരു അസറ്റിന്റെ വില ഇൻക്രീസ് ചെയ്താലും അതിനെയും നമുക്ക് ഏത് ടേം ഉപയോഗിക്കാൻ കഴിയും? അവിടെയും നമുക്ക് ഗെയിൻ എന്ന ടേം ഉപയോഗിക്കാൻ കഴിയും. Next we are going to discuss an important term, voucher. It is also called source document. Voucher means it is a documentary evidence of a financial transaction. ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടന്നു എന്നതിൻ്റെ ഒരു എവിഡൻസ് ആണ്, ഒരു തെളിവായിട്ടാണ് നമ്മൾ വൗച്ചറിനെ കണക്കാക്കുന്നത്. ഏതൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് നമ്മൾ തയ്യാറാക്കണം. അതല്ലെങ്കിൽ നമ്മളത് കളക്ട് ചെയ്യണം. അതിനെ സോഴ്സ് ഡോക്യുമെന്റ് എന്നും പറയാറുണ്ട്. കാരണം ഈ സോഴ്സ് ഡോക്യുമെന്റ് നോക്കിയിട്ടാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാറുള്ളത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇഫ് വി ബൈ ഗുഡ്സ് വി ഗെറ്റ് ഇൻവോയ്സ് ഓർ ക്യാഷ് മെമ്മോ. ഇപ്പോൾ സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് ബില്ല് കിട്ടും, അതല്ലെങ്കിൽ ക്യാഷ് മെമ്മോ നമുക്ക് കിട്ടും. ഇനി നമ്മൾ എമൗണ്ട് പേയ്മെന്റ് നടത്തുകയാണെങ്കിലോ, നമ്മൾ ഏതൊരു സ്ഥാപനത്തിലേക്കും പേയ്മെന്റ് നടത്തുകയാണെങ്കിൽ അവർ നമുക്ക് എന്ത് തരും? ഒരു ക്യാഷ് റെസിപ്റ്റ് നമുക്ക് തരും. ഇപ്പോൾ നമ്മൾ ബിൽഡിംഗ് ഓണർക്ക് റെന്റ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ റെന്റിന്റെ റെസിപ്റ്റ് നമ്മൾ വാങ്ങി വെക്കണം. അങ്ങനെ ഏതൊരു ട്രാൻസാക്ഷൻ ആണെങ്കിലും, ഏതൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിലും അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ് നമ്മൾ കളക്ട് ചെയ്യണം. അതല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള വൗച്ചറുകൾ തയ്യാറാക്കണം. അപ്പോൾ ഇത്തരം രേഖകളെ, ഇത്തരം ഡോക്യുമെന്ററി എവിഡൻസിനെയാണ് വൗച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ടേംസ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഏതൊക്കെ ടേംസ് ആണ് ചർച്ച ചെയ്തത്? എന്താണ്? പർച്ചേസസ്, ദെൻ പർച്ചേസസ് റിട്ടേൺസ്, സെയിൽസ്, സെയിൽസ് റിട്ടേൺസ്, പ്രോഫിറ്റ്, ലോസ്, ഗെയിൻ ആൻഡ് വൗച്ചർ. എല്ലാ ടേംസും കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ ക്ലാസ്സുകൾ ഒന്നുകൂടി നിങ്ങൾ കാണുക. കുറച്ച് ടേംസ് കൂടി നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. ഓക്കെ.